അല്പസമയം മുൻപ് തമിഴ്നടൻ സൂര്യ എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീനിവാസൻ സിനിമകൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, ശ്രീനിവാസൻ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണും, വലിയൊരു ഫാനാണ് എന്നാണ് സൂര്യ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് പറഞ്ഞത്. അങ്ങനെയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട മികച്ച നടൻ, മികച്ച തിരക്കഥാകൃത്ത്, മികച്ച സംവിധായകനൊപ്പം തന്നെ നല്ല മനുഷ്യൻ. അങ്ങനെയാണ് ശ്രീനിവാസനെ ഓരോരുത്തരും ഓർക്കുന്നത്. അതേ ശ്രീനിവാസനാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ശ്രീനിയാണ് വിടവാങ്ങുന്നത്. സംസ്കാര ചടങ്ങുകൾ രാവിലെ 10 മണിക്ക് ഉദയംപേരൂരിന് സമീപമുള്ള കണ്ടനാട്ടെ വീട്ടിലായിരിക്കും ആരംഭിക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാരം നടക്കുന്നത്. എസ് രാഗിനും പ്രദീപ് ജോസഫും അവിടെ നിന്നും ചേരുന്നുണ്ട്. ആദ്യം രാഗിനിലേക്ക് പോവുകയാണ്. രാഗിൻ, ഇങ്ങനെ ചലച്ചിത്ര മേഖലയിലെ ഓരോരുത്തരും അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അത് ചെറിയ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ശ്രീനിവാസനോ സിനിമാ മേഖലയിലെ ഓരോ വ്യക്തിക്കും ആരായിരുന്നു എന്ന് ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നതാണ്. സൂര്യ ഉൾപ്പെടെ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് എന്താണ് സംസാരിച്ചതെന്ന് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതാണ്. ആ ശ്രീനിവാസനാണ് എല്ലാവരിൽ നിന്നും വിടവാങ്ങുന്നത്. 10 മണിയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുക. ക്രമീകരണങ്ങളൊക്കെ ഇതുവരെയായി. ഇപ്പോഴും ആ വീട്ടിലേക്ക് ആൾക്കാർ ഒഴുകിയെത്തുകയാണോ? തീർച്ചയായും നിരവധി പേർ ഇപ്പോഴും ശ്രീനിവാസന്റെ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അത് ചലച്ചിത്ര മേഖലയിലുള്ളവരുണ്ട്, നാട്ടുകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ പാട്യത്തെ ബന്ധുക്കളടക്കമുണ്ട്. അങ്ങനെ നിരവധി പേർ ഈ കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള ഒരു സാമൂഹിക ഇടപെടൽ അത് വളരെ പ്രസക്തവും പ്രാധാന്യവും അർഹിക്കുന്നതുമാണ്. പ്രത്യേകിച്ചും ഈ ജൈവ കൃഷി പ്രോത്സാഹനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ നിലയിൽ ശ്രദ്ധ നേടിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നാടുമായി അത്രത്തോളം ബന്ധവും അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജഗദീഷ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൂര്യ അല്പസമയം മുമ്പ് ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. കുടുംബാംഗങ്ങളെ അടക്കം കാണുകയും ചെയ്തു. ചലച്ചിത്ര മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ അദ്ദേഹം ചവിട്ടിക്കയറുമ്പോഴും ലാളിത്യത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ശ്രീനിവാസൻ. എവരോടും വളരെ സോഷ്യലായി, വളരെ അടുപ്പത്തോടു കൂടി ഇടപെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള അടുപ്പം ഏവർക്കും ആ നിലയിൽ തന്നെ ഉണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഈ ഇവിടെ ഉള്ളവരാണ്. എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള ജൈവ കൃഷി അതുമായി ബന്ധപ്പെട്ട്? നല്ല കൃഷിയായിട്ടാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിയായിട്ടും എല്ലാ സാധനങ്ങളായിട്ട് അരിയൊക്കെ കൊണ്ടുവന്ന് പൊടിപ്പിക്കും. ഇതൊക്കെ ആയിട്ട് പുള്ളിയുടെ വിത്തുകളൊക്കെ മേടിക്കാറുണ്ടായിരുന്നു. മലയാള മണ്ണിൻ്റെ മണമുള്ള ഒത്തിരിയേറെ നല്ല കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി ജീവൻ നൽകിയ ഒരു നല്ലൊരു സാധാരണക്കാരനായി ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് കാലത്ത് 5 മണിക്ക് എണീച്ച് വന്ന് കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി തന്നെ. ഇനി ഇതേപോലെ ഒരു നടനെ ഉണ്ടാവില്ല. അത്രയ്ക്ക് വിഷമത്തോടുകൂടെ പറയുക. ഇവിടെ നടത്തിയ ഇടപെടലുകളും വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും. നിങ്ങളോടൊക്കെ എങ്ങനെയായിരുന്നു? നല്ല സൗകര്യം. ഞങ്ങളോടൊന്നല്ല, എല്ലാവരോടും ജാതി മതഭേദം നല്ല രീതിയിൽ തന്നെ എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളായിരുന്നു. ഇതേപോലത്തെ ഒരു മനുഷ്യന് ഈ അദ്ദേഹം ഇവിടെ തന്നെ ഒതുങ്ങിക്കൂടാനുള്ള നല്ലൊരു ഈ സ്ഥലത്തെക്കുറിച്ച് നല്ലൊരു ബോധ്യമുള്ളതുകൊണ്ട് മാത്രം പുള്ളി ഇവിടെ താമസിക്കുന്നു. നാടുമായിട്ട് നല്ല മതിപ്പ് പുള്ളിക്ക്. ആൾക്കാർ പറയുന്ന പോലെ അദ്ദേഹം ഈ നാടുമായി ഏറ്റവും അടുത്ത് നിന്ന് ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു ഘട്ടത്തിൽ, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിക്കും എന്ന് വരെയുള്ള അഭ്യൂഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരികയും ഒക്കെ ചെയ്തിരുന്നതാണ്. 2016 ഓർമ്മ. എന്തായാലും അത്തരം കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിലെ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ശ്രീനിവാസൻ എന്ന് നമുക്കൊക്കെ അറിയാം. അത് തിരക്കഥ, സംവിധാനം, നടനവൈഭവം, ഇതൊക്കെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ, അതോടൊപ്പം മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, ഇടപെടൽ, അതൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നിരവധി പേർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാഴ്ചകളാണ് നമുക്ക് വീട്ടിൽ നിന്നും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ആ നിലയിൽ തന്നെ ഒരുപാട് പേർ ഇവിടേക്ക് വരുന്നു. അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണാൻ ചലച്ചിത്ര രംഗത്തുള്ളവരുണ്ട്, അതോടൊപ്പം വിവിധ മേഖലകളിൽ ഉള്ളവരൊക്കെയുണ്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണുക, അന്ത്യാഞ്ജലി അർപ്പിക്കുക, കുടുംബാംഗങ്ങളെ കാണുക എന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. മാത്രമല്ല വിനീത് ശ്രീനിവാസനാണെങ്കിലും ധ്യാൻ ശ്രീനിവാസനാണെങ്കിലും സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു അടുപ്പവും ഈ കുടുംബവുമായി ഏവർക്കും ഉണ്ട്. ഒരു സിനിമാ കുടുംബം എന്ന നിലയിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ അടക്കം. അതുകൊണ്ടാണ് മറ്റ് താരങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ തന്നെ ഇവിടേക്ക് വരുന്നത്. മാത്രമല്ല നമുക്ക് വിവിധ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിലുള്ളവർ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നാട്ടുകാർ, അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ചലച്ചിത്ര മേഖലയിലുള്ളവർ, അങ്ങനെ
എല്ലാ വിഭാഗങ്ങളിലും എല്ലാ മേഖലകളിലുള്ളവരും ശ്രീനിവാസനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനായി ഈ വീട്ടിലേക്ക്, കണ്ടനാട്ടെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പൊതുദർശനം നടന്ന സമയത്തും നമ്മൾ ആ വൈകാരികമായിട്ടുള്ള രംഗങ്ങളും ഒക്കെ തന്നെ കണ്ടിരുന്നു. പലരും കണ്ണുനീർ തുടക്കുകയായിരുന്നു. മാത്രമല്ല ഈ സത്യനന്ദിക്കാടൊക്കെ തന്നെ തൊട്ടടുത്ത് തന്നെ, ആ മൃതദേഹത്തിന് തൊട്ടടുത്ത് തന്നെ ദീർഘനേരം ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കണ്ണുനീർ തുടച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. പലർക്കും ശ്രീനിവാസൻ എന്ന് പറയുന്നത് കേവലം ഒരു സഹപ്രവർത്തകൻ മാത്രമായിരുന്നില്ല, ഒപ്പം ഒരു അടുത്ത സുഹൃത്ത്, സഹോദരൻ എന്ന നിലയിലൊക്കെ തന്നെ അദ്ദേഹത്തെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹം ദീർഘനാളായി തീർച്ചയായിട്ടും അങ്ങനെയാണ്. സത്യനന്ദിക്കാടായാലും പ്രിയദർശന്റെ ഭാഗത്തു നിന്നായാലും ഒരുപക്ഷെ അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാമല്ലേ, എത്രയെത്ര സിനിമകൾ, എപ്പോഴും നമ്മൾ ശ്രീനിവാസൻ സിനിമകളെ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്ന രണ്ട് പേരുകളാണ് സത്യനന്ദിക്കാടും പ്രിയദർശനും. പ്രിയദർശനിലൂടെയാണ് തിരക്കഥാകൃത്ത് എന്നുള്ള മേഖലയിലേക്ക് ശ്രീനിവാസൻ എത്തുന്നത്. അങ്ങനെ സാധാരണക്കാരുടെ ജീവിതത്തെ ഞാൻ പലപ്പോഴും ഇപ്പോൾ തന്നെ പറഞ്ഞതാണ്, നമ്മളെ തന്നെയല്ലേ ശ്രീനിവാസന്റെ സിനിമകളിലൂടെ കാണുന്നത്. അങ്ങനെയാണ് അത് വിമർശനത്തിലൂടെ ആയാലും, രാഷ്ട്രീയം സംസാരിക്കാനാണെങ്കിലും, കുടുംബജീവിതം സംസാരിക്കാനാണെങ്കിലും, സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിലും, ചിരിയിലൂടെ അവയെ ഓരോന്നും ശ്രീനിവാസൻ സിനിമയിൽ എത്തിക്കുന്നു. അതാണ് നമ്മൾ ഇത്രയും കാലവും ഏറ്റെടുത്തത്.